പുതിയ സിനിമകൾ, ഏറ്റവും പുതിയ സിനിമകളിലേക്ക് വരുമ്പോൾ എല്ലാം ഇപ്പോൾ പലതരത്തിലുള്ള നമ്മളെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നമ്മുടെ മലയാള സിനിമ കേൾക്കുന്ന അത്രയും തരത്തിലുള്ള വയലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വയലൻസ് ഉൾപ്പെടുന്ന മൂവീസ് ഉൾപ്പെടെ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. നമ്മൾ കണ്ടോ പുതിയ റീസെൻ്റ് ഏതെങ്കിലും മൂവീസ്? എല്ലാ റീസെൻറ്റ് മൂവിയും കാണും ഞാൻ. എനിക്കിവിടെ ഒരു 5 പയ്യന്മാർ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അതിൽ ഒരു പെണ്ണും 5 പയ്യന്മാരും. ഇവരെല്ലാം പല പല സ്ഥലത്ത് ജീവിക്കുന്നവരാണ്. ഇവരുടെ അടുത്തൊക്കെ ഞാൻ വളരെ ഇങ്ങനെ ആൾക്കാരെ കാണാൻ പോകുന്ന സ്ഥലത്ത് അവിടെ അങ്ങനെ ഒരു പ്രേക്ഷകരായിട്ട് വന്നവരെൻ്റെ വളരെ ക്ലോസ് ആയതാണ്. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിക്കും, ആ പടം ഇങ്ങനെ ഓടി, എന്തുകൊണ്ട് ഓടിയില്ല, എന്താണ് ആ പടത്തിൻ്റെ പ്രശ്നം, എന്താണ് തിയേറ്റർ ഓടിയില്ല. ഒരു പടം വന്നവർ പറഞ്ഞു, അമ്മ പടം റിലീസായി, വെള്ളിയാഴ്ച റിലീസായി. ശനിയാഴ്ച പടം കാണാൻ പോയപ്പോൾ ആ തിയേറ്റർ ഓണർ പറഞ്ഞു, അമ്മ അല്ല സാർ 8 പേരുണ്ടെങ്കിലേ പടം ഓട്ടിക്കാനൊക്കെ ഉള്ളൂ, ഒരാൾക്ക് വേണ്ടി ഞങ്ങളെ പടം ഓട്ടിക്കില്ല എന്ന് പറയുന്നു. ആളില്ല. അതൊരു പക്ഷേ നല്ല പടമായിരിക്കും, പറയാനൊക്കെ. ഞാൻ പറയട്ടെ, ഈ പടം എന്തിനു കൊള്ളാം എന്ന് പറയരുത്. ഞാൻ എപ്പോഴും പറയും, കാരണം നൂറ്റിക്കണക്കായ പേര് ജോലി ചെയ്യുന്നതാണിത്. എത്ര പേർക്ക് ഇത് ചോറ് കൊടുക്കുന്നു. അറ്റ്ലീസ്റ്റ് പുറത്തുള്ളവരൊക്കെ പറയട്ടെ, നമ്മുടെ സിനിമയിലുള്ളവർ തന്നെ പറയാൻ പാടില്ല. ഈ മീഡിയയിൽ നിങ്ങളെയും പറയാം, നിങ്ങൾക്ക് മീഡിയയിലുള്ള ആൾക്കാർ നിങ്ങൾ പറയാൻ പാടില്ല. എത്ര ആൾക്കാരാണ് ഇതുകൊണ്ട് ജീവിക്കുന്നത്? കൊള്ളില്ല. ഒരു ക്യാമറാമാൻ, ഒരു ലൈറ്റ് ബോയ് മുതൽ പ്രൊഡ്യൂസർ വരയ്ക്ക് ഇതുകൊണ്ട് ജീവിക്കുന്നവർ എത്ര പേരാണ്? എന്തോ ഒരു തെറ്റ് എവിടെയെങ്കിലും തെറ്റിപ്പറ്റി പോകും. ആരെങ്കിലും ഒരു പടം പൊട്ടണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എടുക്കോ? അത് കാരണം പിന്നെ ചില പൊട്ടപ്പടങ്ങൾ ഓടും. കാരണം നമ്മൾ വിചാരിക്കും, എന്താ ഈ പടം ഓടാൻ കാരണം? അതായത് ആ പ്രൊഡ്യൂസറുടെ ടൈം നല്ല ടൈമായിരിക്കും, അയാളുടെ സമയം നല്ല സമയമായിരിക്കും. ഇപ്പോൾ ഒരു അടിപടം, ഭയങ്കരമായിട്ട് അടി എന്ന് പറഞ്ഞ വയലൻസ് എന്ന് പറഞ്ഞ് ജനങ്ങൾ, ഞാൻ കാണില്ല കേട്ടോ, ആ പടം ഭയങ്കരമായി ഓടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വയലൻസാണ് ജനങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾ നല്ല പടങ്ങളെടുക്കും, ഓടില്ല. ഇപ്പോൾ പടം കാണാൻ വരുന്നവർക്ക് ഒരു 15-16 വയസ്സ് മുതൽ 30 വയസ്സ് വരയ്ക്കാണ് തിയേറ്ററിൽ പോയി പടം കാണുന്നവർ. അല്ലെങ്കിൽ ഞങ്ങൾ അമ്മമാരോ പെണ്ണുങ്ങളോ ആരൊക്കെ അധികം തിയേറ്ററിൽ പോകില്ല. ഒരു മാസം കഴിഞ്ഞാൽ ഇത് OTT വരില്ല, അപ്പോൾ കാണാമല്ലോ എന്ന് പറഞ്ഞാൽ എല്ലായിരിക്കും. അപ്പോൾ ഈ വയലൻസ് ഉള്ള പടങ്ങളാണ് ജനങ്ങൾക്ക് ഇഷ്ടം. നമ്മൾ മാറ്റാനൊക്കെ അത് മാറ്റാനൊക്കത്തില്ല. വയലൻസ് എന്തോ ഇപ്പം കൂടെ വയലൻസ് എന്നൊക്കെ പറഞ്ഞൊരു പടം വന്നില്ലേ, അതും എന്താ, അത് വയലൻ്റാണ്. പിന്നെ ഞാൻ പറയട്ടെ, ചില പടങ്ങൾ കൊള്ളക്കാരനാണ് അതിൽ ഹീറോ. അവൻ പോയി കൊള്ളയടിക്കുന്നു, അവൻ പോയി ഗവൺമെൻറ് എതിരായിട്ട് പോയിട്ട് മരം വെട്ടുന്നു. ആ പടത്തിന് ഗവൺമെൻറ് വന്ന് അവാർഡ് കൊടുത്തിരിക്കുന്നു. എങ്ങനെ അവാർഡ് കൊടുക്കാം? അവനൊരു തെറ്റ് ചെയ്യുന്ന അവനാണ് ഹീറോ, അവൻ അവാർഡ് കൊടുക്കാമോ? ആ പടത്തിനാണ് അവാർഡ്, അവനല്ല, ആ പടത്തിന് അവാർഡ്. അപ്പോൾ ആരെ ഗവൺമെൻറ് കുറ്റം പറയാനൊക്കെ? തീർച്ചയായിട്ടും കറക്റ്റ് പോയിന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്.